സ്പോയിലർ ഇല്ലാതെ റിവ്യൂ പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. അതായത് കഴിഞ്ഞ ലൂസിഫറിനകത്ത് ചെയ്തു വെച്ച നിന്റെ തന്തയല്ല എന്റെ തന്ത ദേ കിടക്കുന്നു. ആ സംഭവം തന്നെ വീണ്ടും വേറൊരു വേർഷൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നീ തിരിച്ചു ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി കുറച്ച് ബുക്കുകൾ ലീവ് ചെയ്തിരിക്കുന്നു, അത് നീ പഠിക്കണം ഇന്നുള്ള കഴിഞ്ഞ ഗോവർദ്ധന കൊടുത്ത സംഭവം ഉണ്ടല്ലോ, അതേ സംഭവം വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ അങ്ങനത്തെ കുറേ ഡയലോഗും സാഹചര്യങ്ങളും ഏതാണ്ട് അതേപോലെ തന്നെയൊക്കെ വീണ്ടും ഉണ്ട്. അതൊരു കുഴപ്പമൊന്നുമല്ല കേട്ടോ, കുഴപ്പമൊന്നുമല്ല. എനിക്ക് ഇതിനകത്ത് മനസ്സിലാകുന്ന സംഭവം തന്നെ ഇതിനകത്ത് കഥയുടെ കുഴപ്പമല്ല, കഥ കൂടിപ്പോയതാണ് കുഴപ്പം. കഥയുണ്ട്, പക്ഷെ കഥയുടെ പ്രശ്നം കിടക്കുന്നത് കഥ അങ്ങ് പരന്ന് കിടക്കുക. എന്നാൽ അതിന് മാത്രം വല്ലതും ഉണ്ടോ പറയാൻ? ഇല്ല. കാരണം പുള്ളിയുടെ കുറെ ഷോ കാണിക്കാനും എൻ്റെ തല, എൻ്റെ ഫിഗർ, എൻ്റെ മസിൽ, എൻ്റെ ചിരി എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഷോയാണ് ഈ കാണിക്കുന്നത് മൊത്തം. പുള്ളി ഹെലികോപ്റ്ററെ കൊണ്ടിറക്കുന്നു, കാറെ കൊണ്ടിറക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഒളിച്ച് നടത്തുന്ന ഇറങ്ങി വരുന്നു, മരത്തിൻ്റെ അടുക്ക് തീയായിട്ട് പൊട്ടി വീഴുന്നു, പിന്നെ കഥക് തുറന്നിറങ്ങി വരുന്നു. ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോരോ ഇൻട്രോ. അതായത് ഒരു ഫാൻ ബോയ് ആയിട്ട് മോഹൻലാലിന് വേണ്ടി ഒരു പടം ഇറക്കുകയാണെങ്കിൽ അടുത്തൊരു 4-5 വർഷം പുള്ളിയുടെ റീലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റീലുകളുടെ കണ്ടന്റ് ഇഷ്ടം പൊടിനകത്തുണ്ട്. മോഹൻലാൽ റീൽസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള. അപ്പം ഞാൻ റീൽസോട് പറയായിരുന്നു, ഇതിപ്പോൾ റീൽ ഉണ്ടായിക്കൊണ്ട് ഇതിനെ പടം വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പം ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം അതുപോലെ ഷോ ഓഫ് മൊമെന്റുകളാണ് മോഹൻലാലിന് കൊടുത്തിരിക്കുന്നത് മൊത്തം. എന്നാൽ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അതിഭീകര ഡയലോഗുകളൊന്നും ഇല്ല. നമുക്കൊരിക്കലും മോഹൻലാലിനോടൊരു ഇഷ്ടം തോന്നുന്നില്ല. അതിനകത്ത് ലൂസിഫറിനകത്ത് നമ്മൾ മോഹൻലാലിനോട് ഒരു നമുക്ക് മോഹൻലാലിനെ കണ്ടൊക്കെ ഇഷ്ടപ്പെടുകയായിരുന്നു. ഇതങ്ങനെയല്ല. ഇതങ്ങനെ സ്കോർ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ മഞ്ജു വാര്യർ കാണും. മഞ്ജു വാര്യർ ഇച്ചിരി സ്കോർ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ബാക്കി ആരും അങ്ങനെ സ്കോർ ചെയ്യാനുള്ള ഇടയൊന്നും ആർക്കും സമയം കിട്ടുന്നില്ല. കഥ പറയുവാണെങ്കിൽ ഇവർ ഈ സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞതിൻ്റെ കഥ എന്തോന്നറിയോ? ഈ സംഭവം തുടങ്ങുന്നത് ഈ BJP-ക്കാർ ഇതൊക്കെ പിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനെ കൊന്നെടുക്കുന്ന സംഭവമായിരുന്നല്ലോ മറ്റേ ഗോത്ര കലാപം. അന്നത്തെ സമയത്തുള്ള കുറേ ക്യാരക്ടേഴ്സ്, കുറേ ഇൻസിഡൻസ്, അതായത് ഒരു ഗർഭിണിയെ റേപ്പ് ചെയ്ത് അങ്ങനെ കുറേ ഇൻസിഡൻസ് വെച്ചുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പം ഇവന്റെ ഉത്ഭവം എവിടുന്നാണ്, എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ ആയി, സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ പൃഥ്വിരാജ് എന്തുകൊണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഫീഡ്ബാക്ക് മാത്രമാണത്. അല്ലാതെ ഇവന്മാർ ഈ പറയുന്ന പോലെ BJP-യുടെ അടിയോ മുസ്ലിംസിന്റെ അടിയോ ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് തലയ്ക്ക് ഓളമായതുകൊണ്ട് കിട്ടിയ ചാൻസ് അത് അതേപടി കുറേ ക്ലിപ്പുകൾ ഇറക്കി, കുറേ കട്ടിങ്ങുകൾ ഇറക്കിയിട്ട് ഇവിടുത്തെ നാട്ടിലെ BJP-ക്കാർ വരെ ഇപ്പം എൻ്റെ ഇവിടുത്തെ വന്നവരോട് വിളിച്ച് ചോദിച്ചെന്ന്, നീ അങ്ങനെയാണ് കേട്ടത്, ഞങ്ങൾ അങ്ങനെ പടം ബഹിഷ്കരിക്കുകയാണ്, നിന്റെ അഭിപ്രായം എന്നാണ്, നീ കൂടെ പറയാൻ പറഞ്ഞു. ഇവൻ പണ്ട് ശാഖയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ ഇവനോട് ചോദിച്ചെന്ന്. അപ്പോൾ ഇവനോട് പറഞ്ഞു, ഇതിനകത്ത് എന്ത് തേങ്ങയുള്ളത്, ഇതിനകത്ത് ഇവിടെ BJP-യുടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ BJP ആണ് കാണിക്കുന്നത്, BJP പാർട്ടി കേരളത്തിൽ വരുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതിനും നല്ല ആർക്കും പ്രാധാന്യമൊന്നുമില്ല. സമയം കിട്ടുന്നില്ല എല്ലാവരെയും കാണിക്കാൻ. അതുപോലെ കഥ ഇങ്ങനെ പരന്ന് കിടക്കുക. ഒരു സെക്കൻഡ് ദുബായ്, അടുത്ത സെക്കൻഡ് കോങ്കോ, പിന്നെ ആഫ്രിക്കയുടെ ഏതോ മുനമ്പ്. ഞാൻ പല ഷൂട്ടിന്റെ കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത്, അല്ലെങ്കിൽ ദുബായ്, ചെന്നൈ, എല്ലായിടത്തും അങ്ങനെ ബോംബെ ഇവിടെയൊക്കെ പോവാറുണ്ട്. പിന്നെ ഫ്രാൻസിലെ ഏതോ പട്ടണം, പിന്നെ ലണ്ടനിനകത്തെ കോൺസുലേറ്റ്, പിന്നെ തിരിച്ചു തേണ്ട MI6-ന്റെ ആസ്ഥാനം, അതിനകത്ത് പിന്നെ അതിനകത്ത് ചാരൻ, പിന്നെ ആ ഒറ്റ ദിവസം പിറ്റേ ദിവസം ഒറ്റ സെക്കൻഡ് കൊണ്ട് നേടെ തിരിച്ചു വന്നിരിക്കുന്നു നെടുമ്പള്ളി നിയോജക മണ്ഡലത്തിലേക്ക്. അവിടുന്ന് ഒറ്റ സെക്കൻഡ് തിരിച്ചു പോകുന്നു ഇറാഖിലെ ക്വാർഷ്ഖായിലേക്ക്. എൻ്റെ പൊന്നോ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിന് വട്ടായി പോകാന്ന് പറയും. അതാണ് അവൻ ചെയ്ത് വെച്ചത്. അവൻ അതുപോലെ എഫേർട്ട് എടുത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലത്ത് നിൽക്കടേ, ഇങ്ങനെ പറക്കാതെ നീ നിലത്ത് നിൽക്കടേ എന്ന് പറയുന്നതിന് തുല്യമായിപ്പോയി. എനിക്ക് മനസ്സിലായത് അതാണ്. നാട്ടുകാർക്ക് ഈ പടം മനസ്സിലാകുന്നില്ല, എന്നതാണ് നടക്കുന്നത്, എന്തിനാണ് ഇവരൊക്കെ വരുന്നത്, ഇവരൊക്കെ ആരാണെന്നൊന്നും മനസ്സിലായി. ചുമ്മാ പുള്ളി ഓരോരോ പേര്, ഇന്ന ഗ്യാങ്ങിന് മറ്റേ പേര്, മറ്റേ ഗ്യാങ്ങിന് ഇന്ന പേര്. അപ്പം നമ്മളൊരിക്കലും ഇതിനകത്ത് പോയിട്ട് നമ്മൾ ചോദിക്കത്തില്ല. ഇപ്പോൾ ഒരു എക്സ്ട്രാക്ഷൻ ഉദാഹരണം, ഒരു നമ്മളൊരു യൂറോപ്യൻ സിനിമ കാണുന്നു, പാകിസ്ഥാനിലെ കശ്മീരിലെ കണ്ട് വന്നിട്ട്, കശ്മീരിൽ ബോംബെയിലെ കണ്ട് വന്നിട്ട് പിള്ളേരെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നൊരു കഥയാണ്. അതിനകത്ത് നായകൻ അഭിനയിച്ചോ, നായകന് കഴിവുണ്ടോ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ, നിനക്ക് കലാപരമായിട്ടുള്ള കഴിവ്, നായകൻ ചിരിച്ചോ, നായകനോട് നമുക്ക് ഇഷ്ടം തോന്നി, അതൊന്നും അവിടെ പ്രശ്നമല്ല. വെടി, പുക, അടി, പടപടപെടുന്ന കാര്യങ്ങൾ നടക്കുന്നു. കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ അവിടെ നിന്ന് വിമാനം വരുന്നു, വിമാനത്തിൽ നമ്മൾ താഴ്ചാടുന്നു. നമുക്കത് ഇങ്ങനെ 1.5 മണിക്കൂറിൽ നമ്മൾ വേറെ ഏതോ ലോകത്ത് പോയിട്ട് തിരിഞ്ഞു വരുന്നു. നമുക്കതിനകത്ത് ഇമോഷണൽ കണക്ഷനും തോന്നേണ്ട കാര്യമില്ല. ഇതുവരെ നമ്മൾ ഇംഗ്ലീഷ് പടം കാണുന്ന ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി അല്ലതാരും. അവൻ ചെയ്ത് വെച്ചിരുന്ന പടം അതാണ്. അവൻ ചെയ്ത് വെച്ചിരുന്ന ഒരു ഇന്റർനാഷണൽ പടം എടുത്തു വെച്ച്
അതിങ്ങനെ പല 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 സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പലതും ആവശ്യമുള്ളതൊന്നും. ഇപ്പോൾ കോൾഡ് സയ്യിദ് എന്ന് മോഹൻലാൽ പറയുന്നത് വെച്ചു, അതായത് അവനെ പൃഥ്വിരാജിനെ വിളി, അവൻ്റെ പ്രതികാരത്തിന് സമയം, അവനെ വിളി എന്ന് പറയുവാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ കാണിക്കുന്ന ഷോട്ട് പൃഥ്വിരാജ് മറ്റേ യമനിനെ മരുഭൂമികൾക്ക് നടുക്കോടെ ഹമ്മറെ ഒടിച്ച് വന്നിട്ട് ഇവൻ മൈലോക്കൂട്ടറെ നോക്കുന്നു ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന്. കഴിഞ്ഞ് ഷോട്ട് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് അവൻ മോഹൻലാലിൻ്റെ കൂടെ ഇവിടെ കേരളത്തിൽ പോയിട്ട് ഇത് കാണിക്കാൻ അവൻ എന്തിനാടാ യമനിന് പോയത്, നീ എന്തിനാടാ പോയി യമനിന് പോയത് എന്ന് പുറകിരിക്കുന്നവരെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. അതാണ് അവസ്ഥ. അങ്ങ് കിടക്കുവാണ്, അങ്ങ് ഇതിങ്ങനെ പരന്ന് കാണ്ടമായിട്ട് അങ്ങ് പല പല രാജ്യങ്ങളിലായിട്ട് ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞ അത് മെനക്കെട്ട് കാണാൻ പോണ്ട അല്ലേ? അതും പോയി കിട്ടി. അപ്പൊ ശരി ചേട്ടാ, താങ്ക്സ് ഉണ്ട് ട്ടാ. പെണ്ണെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്.